ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അരുംകൊലയുടെ ചുരുളഴിക്കാൻ വേണ്ട നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇന്നലെ പ്രതി അഫാൻ തന്നെയാണ് മൊഴി നൽകിയത്. താൻ വിഷം കഴിച്ചിട്ടുണ്ട്, എലിവിഷം കഴിച്ചു എന്ന്. തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടുള്ള വിവരം. ഒന്നാം വാർഡിലേക്ക്, നേരത്തെ കാഷ്വാലിറ്റിയിലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഒന്നാം വാർഡിലേക്ക് അഫാനെ മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ രാവിലെ 10 മണിയോട് പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരം റൂറൽ എസ് പി KP സുദർശൻ നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ എവിടേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നിലവിലിപ്പോൾ പുരോഗമിക്കുന്നത്. അച്ഛന്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി, അച്ഛന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് മകൻ ഇത്തരത്തിൽ ഒരു ക്രൂര കൃത്യം നടത്തുമോ എന്നുള്ള ഒരു സംശയം പോലീസിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് പ്രതി അഫാൻ പോലീസിന് മുമ്പിൽ നൽകിയിട്ടുള്ള മൊഴി ഇപ്പോഴും മുഖവിലക്കെടുക്കാത്തത്. സാമ്പത്തിക പ്രശ്നമൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും മകൻ അത് ആ ഒരു കാരണം കൊണ്ട് ഈ 5 പേരെ കൊലപ്പെടുത്തുകയും സ്വന്തം അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുമോ എന്നുള്ള ഒരു സംശയം പോലീസിന്റെ മുമ്പിലുണ്ട്. ഇന്ന് 8 മണിക്ക് ശേഷം സൂപ്രണ്ട് അടക്കമുള്ളവർ മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. അവരുടെ കൂടെ അഭിപ്രായം തേടിയിട്ടായിരിക്കും പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുക. കാരണം അരുംകൊലയുടെ ചുരുൾ അഴിച്ചേ പറ്റുള്ളൂ പോലീസിന്. അത് പോലീസിനെ പോലും ആദ്യം സംശയത്തിൽ നിർത്തിയിരുന്നു. കാരണം നേരത്തെ സാന്ത്വന പറഞ്ഞ പോലെ തെല്ലും പേടിയോ ഭയമോ ഒന്നുമില്ലാതെ, ഒരു ആശങ്കയും ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് താൻ 6 പേരെ കൊന്നു എന്ന് പ്രതി ഇന്നലെ രാത്രിയോടുകൂടി പോലീസിനോട് പറയുന്നത്. ആദ്യ ഘട്ടത്തിൽ പോലീസ് അത് വിശ്വസിച്ചിരുന്നില്ല. ഏതെങ്കിലും മനോവിഭ്രാന്തിയിലായിരിക്കും പ്രതി ഇങ്ങനെ പറയുന്നു എന്നാണ് കരുതുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ഈ മൃതദേഹമൊക്കെ കണ്ടപ്പോഴാണ് പോലീസിന് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും 5 പേരുടെ മരണം ഉറപ്പിക്കുകയും ചെയ്തത്. അമ്മ ഷെമി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിയെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. യാതൊരു കൂസലുമില്ലായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം എന്നാണ് പോലീസും അതുപോലെ തന്നെ അഫാന്റെ സുഹൃത്തുമൊക്കെ പറയുന്നത്. പ്രതി ലഹരിക്കടിമയായിരുന്നോ? ആ രീതിയിലുള്ള പരിശോധനയിലേക്കും പോലീസ് കടക്കാനിടയുണ്ട്. കാരണം ആശുപത്രിയിൽ ഓൾറെഡി ചികിത്സയിലാണല്ലോ അഫാനുള്ളത്. അപ്പോൾ അത്തരം പരിശോധനകളൊക്കെ ഉണ്ടാകുമോ? മുഴുവൻ വശങ്ങളും നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഒന്ന്, ഈ പറയുന്ന പോലെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പ്രതി തന്നെ നൽകിയിട്ടുള്ള മൊഴി. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിയുടെ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? കാരണം 2 കുടുംബങ്ങൾക്കും ഈ പ്രതി അഫാന്റെ പെൺസുഹൃത്തുമായിട്ട് ഉള്ള ബന്ധമൊക്കെ അറിയാമായിരുന്നു. അവർക്ക് യാതൊരുവിധ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? അതിനോടൊപ്പം തന്നെയാണ് അഫാന് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അച്ഛന്റെ അമ്മയായിട്ടുള്ള സൽമാ ബീവിയുടെ അടുത്ത് പോയിട്ട് 4 പവന്റെ മാല ആവശ്യപ്പെട്ടത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെയും അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വീണ്ടും അവിടെ ഇന്നലെ എത്തി ചോദിച്ചപ്പോഴാണ് അപ്പോഴും കൊടുക്കാൻ തയ്യാറാവാതെ ഇതിനെ തുടർന്ന് ആദ്യം തലയ്ക്ക് അടിച്ച് ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തുന്നത്. പിന്നാലെയാണ് ഈ സൽമാ ബീവിയുടെ മറ്റൊരു മകൻ, അതായത് അഫാന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള ലത്തീഫിന്റെ വീട്ടിലും ചെല്ലുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലത്തീഫും സൽമാ ബീവിയും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള മകൻ ലത്തീഫാണെന്ന തരത്തിലാണ് ആ കുടുംബം കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഈ മാല ഒരുപക്ഷെ ലത്തീഫിന്റെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അഫാൻ അവിടെ എത്തി ലത്തീഫിന്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നത് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. എന്നാൽ പോലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. അഫാനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പോലീസ് അറസ്റ്റിലേക്ക് കടക്കും. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും എത്രയും വേഗം കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ കൈമാറുക. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു അരുംകൊലയുടെ ചുരുളഴിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസിന്റെയും നിഗമനം. നിലവിലിപ്പോൾ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണം ആറ്റിങ്ങൽ DSPയുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ 10 മണിയോടുകൂടി പൂർത്തിയാക്കേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും എന്നാണ് ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ വേണ്ട നടപടികളാണ് പോലീസിന്റെ
ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി, വിരലടയാള വിദഗ്ധരടക്കം എത്തി വേണ്ട വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇനി വേണ്ടത് അറസ്റ്റ് രേഖപ്പെടുത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഈ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്ത് വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി ഇതിന്റെ ഒരു സത്യാവസ്ഥ, വെറും ഒരു 23 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തിന് ഇങ്ങനെ 5 പേരെ കൊലപ്പെടുത്തുകയും സ്വന്തം മാതാവിനെ തന്നെ തലക്കടിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം എലിവിഷം കഴിച്ച അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. അത് പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ ഇന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. ഈ കൊലയുടെ ചുരുളഴിയേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അഫാൻ ഈ 5 പേരെയും കൊലപ്പെടുത്തിയത്? ഉമ്മയടക്കം കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ ഉമ്മ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അഫാന്റെ ഉമ്മ ഷമിയുള്ളത് എന്നതുകൂടി ഉണ്ട്. അപ്പോൾ 6 പേരെ കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു അഫാൻ ഉദ്ദേശിച്ചത്. അത് പ്ലാൻ ചെയ്ത് തന്നെയാണ് നടത്തിയത് എന്നതും ഉറപ്പായിട്ടുണ്ട്. എന്തിനു വേണ്ടി കൊലപാതകം നടത്തി? വെറും പണത്തിന് വേണ്ടിയാണോ അതോ ലഹരിക്കടിമയായിരുന്നോ അഫാൻ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു.